ഒരു തുള്ളി, അറിയാത്തതോ കടലോളം. അറിവിന്റെ പടവുകൾ കീഴടക്കുന്നവൻ വിജയം നേടും. അരങ്ങത്ത് ദുർഗ, നേഹ, ആദ്വിക, അലൈന, ശ്രീഹാര, ലിയോണ, അദ്വിക്, റിഷോൺ, എക്ത, പാർവതി, ധാർമിക്, നൈഗ. സഹൃദയരെ, ആരാലും വായിക്കപ്പെടാതെ അവഗണനയുടെ ഷെൽഫുകളിൽ പൊടിപിടിച്ച് മാറാല പുതപ്പു ചുറ്റി ചിതലുകൾക്ക് തീറ്റയായി മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൻ്റെ സൂക്ഷിപ്പുകാരായ പുസ്തകങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഞങ്ങൾ ഈ നാടകം സവിനയം സമർപ്പിക്കുന്നു. കരയുന്ന പുസ്തകങ്ങൾ. പുസ്തകങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ ഇവന് ഉറക്കം വരും. ഉണ്ണിക്കുട്ടന്റെ പുസ്തകങ്ങളായ ഞങ്ങളെ ഒന്നെടുക്കാനോ ഞങ്ങളുടെ താളുകളെ മറിച്ചു നോക്കാനോ ഉണ്ണിക്കുട്ടന് ഒരു താല്പര്യവുമില്ല. ഞങ്ങൾ ഉണ്ണിക്കുട്ടന്റെ പുസ്തകങ്ങൾ ആരും ഞങ്ങളോട് കൂട്ടില്ല. അവഗണയുടെ ഷെൽഫിലാണ് ഞങ്ങളുടെ താമസം. ദേ നോക്കിയേ, ഞങ്ങളുടെ താളുകളും പുറം ചട്ടകളും കീറി ഉണ്ണിക്കുട്ടന് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അതേ കൂട്ടുകാരെ, പാറ്റുകളും ചിതലുകളും ഞങ്ങളെ ഭക്ഷണമാക്കുകയാണ്. ഉണ്ണിക്കുട്ടനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുസ്തകങ്ങളെ അവർ ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഉയർന്നെഴുന്നേൽപ്പിന്റെ ദിവസത്തിനായി. അനു, നീ എന്തെടുക്കുകയാ? നീ സ്കൂളിലേക്ക് വരുന്നില്ലേ? ഇന്ന് ടീച്ചർ വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി എഴുതി വരാൻ പറഞ്ഞില്ലേ? നീ എഴുതിയോ അനു? അത് അരുണെ, ഞാൻ എഴുതിയില്ല. എനിക്ക് വായിക്കാൻ തീരെ ഇഷ്ടമല്ല. മൊബൈൽ ഗെയിംസ്, AI വോയിസ് ചാറ്റ്, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ അനു, വായനയില്ലെങ്കിൽ ഇന്നത്തെ AI വേൾഡിലും നാം പിന്നിലാകും. AI എല്ലാം പറയുമല്ലോ, പിന്നെ എന്ത് വായന, എന്തിനു വായിക്കണം? അനു വിചാരിച്ചു വായന കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന്. പക്ഷേ ഇന്ന് കഥ മാറും. നമസ്കാരം, ഞാനാണ് ഐബോ, നിങ്ങളുടെ AI ചങ്ങാതി. ശരിക്കും AI റോബോട്ട്? ഹായ്. നീ പുസ്തകമില്ലാതെ എല്ലാം പറയും അല്ലേ? ഞാൻ പറയും, പക്ഷേ എനിക്ക് നിന്റെ സഹായം വേണം. നിന്റെ ചിന്ത എന്നിൽ ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യില്ലേ, പിന്നെ ഞാൻ എന്തിനു ബുദ്ധിമുട്ടണം? അങ്ങനെയല്ല അനു, ഞാൻ പറഞ്ഞതിനർത്ഥം നിന്റെ ചിന്തയ്ക്കനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനാവൂ. നീ വായനയിലൂടെ നിന്റെ ബുദ്ധിയെ ഉണർത്ത്. മനുഷ്യന്റെ ബുദ്ധി വികസിക്കണം, എങ്കിലേ എന്നെ പോലെയുള്ളതിനൊക്കെ നിലനിൽപ്പുള്ളൂ. ശരിക്കും? അതെ അനു, നമുക്ക് അല്പനേരത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് പോകാം. കൂട്ടുകാരെ, ഇതാണ് പുസ്തക ലോകം. വായന എന്നത് ഒരു പഴഞ്ചൻ സമ്പ്രദായമല്ല, മറിച്ച് വായന എന്നത് ബുദ്ധിയുടെ വികാസമാണ്, ശക്തിയാണ്, ലക്ഷ്യമാണ്, ഭാവിയുടെ ശക്തിയാണ്. പക്ഷേ AI ഇല്ലേ, പിന്നെ എന്തിനാണ്? ശരിയാണ്, AI വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കുട്ടികളെ, AIക്ക് നിലനിൽക്കാൻ പുസ്തകങ്ങളും കഥകളും വസ്തുതകളും വേണം.
ഇതൊക്കെ നിങ്ങളുടെ വായനയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അതെങ്ങനെ? അതായത് എഐക്ക് വസ്തുതകൾ മനസ്സിലാക്കി അവതരിപ്പിക്കണമെങ്കിൽ മനുഷ്യന്റെ ചിന്ത വേണം. മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടാകുന്ന കരുത്തിനനുസരിച്ചായിരിക്കും എഐ പ്രവർത്തിക്കുക. വളരെ ശരിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ട കാര്യത്തെ പറ്റി അറിവുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടാകാൻ എന്ത് ചെയ്യണം? പറയൂ. വായന. വായിക്കണം. അതെ അതെ, വായന. വായന ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങളിലെ ബുദ്ധി ഉണരുകയുള്ളൂ. അനു, നീ എന്റെ ലോകത്തേക്ക് വരൂ. സ്ക്രോളിംഗ്, ഗെയിംസ്, ഡിസ്ട്രാക്ഷൻസ്, വായന വേണ്ട. നമുക്ക് മായാലോകത്തേക്ക് പോകാം. അനു, ഇത് അപകടമാണ്. പോകരുത്, പോകരുത്. ഈ മായാലോകത്ത് അകപ്പെട്ടാൽ പിന്നെ നിനക്ക് ഒരു തിരിച്ചു വരവുമില്ല. അനു, നീ ചിന്തിക്ക്, ആഴത്തിൽ ചിന്തിക്ക്. വായനയില്ലെങ്കിൽ ഈ മായാലോകത്തിനാണ് ജയം. നീ ഇതൊന്ന് വായിക്കനു. വായന ഒരു മനുഷ്യനെ ബുദ്ധിയുള്ളവനാക്കുന്നു. വായിച്ചു പഠിച്ചാൽ എന്ത് സാങ്കേതിക വിദ്യകളും നമ്മുടെ കയ്യിൽ. അയ്യോ, വായനയുടെ ശക്തി എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല. അയ്യോ, വേഗം പോകാം ഇവിടെ നിന്ന്. കൂട്ടുകാരെ, നിങ്ങളിലെ വായന നിങ്ങളിലെ അറിവ് വളർത്തുന്നു. അറിവ് വളരുമ്പോൾ AI വളരുന്നു. AI വളരുമ്പോൾ ഭാവി മെച്ചപ്പെടുന്നു. ഇന്നുവരെ ഞാൻ തെറ്റായിരുന്നു. AI ആണ് ശരി. പക്ഷേ വായന ഇല്ലെങ്കിൽ മനസ്സ് ശൂന്യം. ശരിയാണ്. വായന എന്നാൽ അറിവ്, ഭാവന. AI എന്നാൽ ഒരു ഉപാധി, ഒരു ഉപകരണം. രണ്ടും ചേർന്നാൽ ഏറ്റവും വലിയ ഒരു ശക്തി. മനുഷ്യനും വായനയും ഞാനും ചേർന്നാലോ ഏറ്റവും വലിയ ശക്തി പ്രഭാവം. കുട്ടികളെ, ഇന്നു മുതൽ നമുക്ക് ഒരു 10 മിനിറ്റ് പുസ്തകം വായിക്കാം. നിങ്ങളുടെ ഭാവി നിങ്ങളുടേതാണ്. വായിക്കൂ, ചിന്തിക്കൂ, സൃഷ്ടിക്കൂ. ഇന്ന് AI-യും നാളെ ലോകവും നിങ്ങളുടെ കൈകളിൽ. ഉത്തമനായൊരു ഉണ്ണിയുണ്ടേ, ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടനെന്നേ. ഉത്തമനായൊരു ഉണ്ണിയുണ്ടേ, ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടനെന്നേ. പാഠപുസ്തകങ്ങൾ കാണും നേരം ഉച്ചച്ചങ്ങാതിയെ കാണും പോലെ ഓമനപ്പൂമുഖം മിന്നി മിന്നി ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂവിടന്നേ. ഉത്തമനായൊരു ഉണ്ണിയുണ്ടേ, ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടനെന്നേ. ഒരു നല്ല പുസ്തകം 1000 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് നമ്മുടെ നല്ല ചങ്ങാതിമാരായിരുന്നു പുസ്തകങ്ങൾ. അറിവിനും ആനന്ദത്തിനും പുസ്തകങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത്. എന്നാൽ ഇന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ വായനയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വായിച്ചു വളരുവാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ജെനസിസ് കുടുംബത്തിൻ്റെ ഒരു വലിയ ശ്രമം ഇതാ ഇവിടെ നിന്ന് അരങ്ങേറിയിരിക്കുന്നു. കഴിയുന്ന പുസ്തകങ്ങൾ.